മെയിനായിട്ട് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ ശ്വാസം മുട്ടലിന് പാളയും കയറും വെള്ളം കോരുന്നുണ്ട്. ഈ മക്കാമിൻ്റെ അടുത്ത് തന്നെ കിണറുണ്ട്, പുരാതന കാലമുള്ള കിണറാണ്. അപ്പോൾ അവിടെ വന്ന് വെള്ളം കോരി ഈ ശ്വാസം മുട്ടലുള്ള പിള്ളേർ കുടിക്കുകയും വലിയവർക്ക് കുടിക്കുകയും ഉദു ചെയ്യും. ശരീരം അങ്ങെല്ലാം ശുദ്ധിയാക്കിയിട്ട് പോയി കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് മാറ്റം ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ വെട്ടിയാർ കിഴക്കേ മുസ്ലിം ജമാഅത്ത് ആ പള്ളിക്ക് മുമ്പിലുള്ളത്. വളരെ പ്രസിദ്ധമായ ഒരു മക്കാമാണ് ഇവിടെ ഉള്ളത്. മഹാനായ വെട്ടിയാർ മുഹമ്മദ് മുസ്തഫ വലിയുള്ള, വെട്ടിയാർ നേർച്ചപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസ് മഹാനവറുകളുടെ മക്ബറയാണ് ഇവിടെയുള്ളത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മക്കാമാണ്. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ആദിക്കാട്ട് കുളങ്ങരയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ശേഖന്മാർ, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരോടൊപ്പം വന്ന മഹാന്മാരാണ്. ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാന് ഷുഹദ ഷഹീദും കൂടെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ മക്കാമിലുള്ള ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരും. വലിയ ഫലമുള്ളൊരു മക്കാമാണ് കേട്ടോ. ഈ പ്രത്യേകിച്ച് ശ്വാസം മുട്ടിനൊക്കെ വലിയ ഫലമാണ്. ശ്വാസം മുട്ട് ഉള്ള ആളുകൾക്കൊക്കെ ഇവിടുത്തെ ഈ കാണുന്ന കിണറുണ്ടല്ലോ, ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ട് അംഗശുദ്ധി വരുത്തിയിട്ട് ഒന്ന് ശുദ്ധിയാവുക, അങ്ങനെയൊക്കെ ചെയ്താൽ, ആ നിയത്തോടു കൂടെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ശ്വാസം മുട്ട് പോലെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ വലിയ ഫലമുണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. ലൊക്കേഷൻ നോക്കി വന്നാൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അത് മദ്രസയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മക്കാമിൽ കയറിയിട്ട് സിയാറത്ത് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ശുഹദാ അല്ലാഹ്. സാധാരണമായ നീളമാണ് ഇവിടുത്തെ ഖബറിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ആദിക്കാട്ട് കുളങ്ങര, അങ്ങനെ ഈ പ്രദേശമൊക്കെ വേറെയും ഒരുപാട് മക്കാമുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഒരു അസാധാരണമായ നീളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വെട്ടിയാർ കിഴക്കേ നേർച്ച പള്ളിയിലെ ഖാദിമാണ്, പള്ളിയിലെ ഉസ്താദും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ മക്കാമിൽ അടങ്ങിയിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസ് ശുഹദാക്കളുടെ കൂട്ടത്തിൽ കരുനാഗപ്പള്ളി അതുപോലെ ആദിക്കാട്ട് ഉളങ്ങര ആ കൂട്ടത്തിൽ വന്ന ഷഹീദായ ഒരു മഹാനാണ്. ആ മഹാനെയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. ആ മഹാൻ്റെ ആണ്ട് മകരം 9ഉം 10ഉം ജനുവരി മാസത്തിലാണ് ആണ്ട്. അതുപോലെ കാര്യമായിട്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ദുആയുണ്ട്, ദിക്ർ ഹൽക്കയും എല്ലാ ആഴ്ചയും ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഹദ്ദാദും ആഗമ സലാത്തും ചൊല്ലി ദുആ ഉണ്ട്. പിന്നെ വരുന്നവർക്കെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, നാനാ മതസ്ഥർ വരുന്നുണ്ട്, അവരെ കാര്യസാധനങ്ങൾ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തായ നിലയിൽ മക്കാമ് നടന്നു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്ത് ആരെങ്കിലും ഈ മക്കാമിലേക്ക് വരിക. ഇത് ആലപ്പുഴ ജില്ലയിൽ മാവലിക്കരയിൽ നിന്ന് ചാരുമൂട് വന്ന റൂട്ടാണ്. അപ്പം മൊബൈൽ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. അറിയുന്നത് വെട്ടിയാർ നേർച്ചപ്പള്ളി. മഹാന്റെ പേര് മുഹമ്മദ് മുസ്തഫ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന ഫലം അങ്ങനെ ആളുകൾക്ക് ഇപ്പോൾ ചില മക്കളില്ലാത്തവരുണ്ട്, അങ്ങനെ മെയിനായിട്ട് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ ശ്വാസം മുട്ടലിന് പാളയും കയറും വെള്ളം കോരുന്നുണ്ട്. ഈ മക്കാമിന്റെ അടുത്ത് തന്നെ കിണറുണ്ട്. അപ്പൊ അത് നെയ്യത്ത് ചെയ്ത് ശ്വാസം മുട്ടലിന് വേണ്ടിയാണ് ഇവിടെ വന്ന് വെള്ളം കോരി. കിണറിനപ്പുറത്ത് ഈ മക്കാമിന്റെ തെക്കേ സൈഡിൽ കിണറുണ്ട്. അത് പുരാതന കാലമുള്ള കിണറാണ്. അപ്പോൾ അവിടെ വന്ന് വെള്ളം കോരി
ഈ ശ്വാസമുട്ടലുള്ള പിള്ളേർ കുടിക്കുകയും വലിയവർക്ക് കുടിക്കുകയും ഒതോ ചെയ്യുകയും ശരീരം അങ്ങെല്ലാം ശുദ്ധിയാക്കിയിട്ട് പോയി കഴിയുമ്പോൾ ഇൻഷാല്ലാഹ് മാറ്റം ഉണ്ടാവും. അതുപോലെ പാട്ടിൻകാരൊക്കെ ഇവിടെ തന്നെ കിട്ടുമോ, നമ്മൾ കൊണ്ടുവരണം? പാളയംകാരല്ല, കിണറിൽ വെള്ളം കോരുക. ഇവിടെ കിണറുണ്ട്, അതിന് പാളയംകാരെന്ന അറിയപ്പെടുന്നത്. പിന്നെ തൊട്ടിയും കയറും ഉണ്ട്. ഇവിടെ വന്ന് നമ്മളതിന്ന് കോരി എടുത്തിട്ട് നമ്മൾ കുടിക്കുക, ഒതോ ചെയ്യുക, അംഗവല്യം ചെയ്യും. അതിന്റെ ഫലം ഒരുപാട് ആൾക്കാർക്കുണ്ട്. വിമിഷ്ടം വരുന്നവരാണ് കൂടുതൽ നെയ്യത്താക്കുന്നത്. പിന്നെ മക്കളില്ലാത്തവർ വരുന്നുണ്ട്, പിന്നെ ഗൾഫിൽ പോകുവാൻ അങ്ങനെ ഒരുപാട് നാനാ മതസ്ഥർ വരുന്നുണ്ട്. അവർക്കെല്ലാം ഒരുപാട് പ്രയോജനമുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഇവിടെ വരാം, വന്ന് സിയാറത്ത് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിയാറത്തിനെ, നമ്മുടെ സാലിഹായ പ്രവൃത്തികളെല്ലാം അല്ലാഹു തആല നമ്മൾ ചെയ്യുന്നതായ നല്ല കാര്യങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അവസാനം ഈമാനോടെ മരിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഉസ്താദ് പ്രത്യേകം തുറക്കണം, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകം തുറക്കണം. അസ്സലാമു അലൈക്കും. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്, ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ സിയാറത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. സദുക്കളായ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തും യാത്രയും ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫുകളൊക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ ഹസുലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹസുലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെയുമൊക്കെ അറിയിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹാസുലാക്കി തരണേ അല്ലാഹ്, ഹാസുലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളായി. അല്ലാഹുവെ, പല നേർച്ചകൾ നൽകി പല ചികിത്സകൾ നടത്തി ഇതുവരെയും മക്കളാകാതെ വിഷമിക്കുന്നവരുണ്ട്.
ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. റാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾ അല്ലാഹുവേ അവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയുമൊക്കെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ, തെമ്മാടികളാക്കല്ല അല്ലാ, വ്യഭിചാരികളാക്കല്ല അല്ലാ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാക്കല്ല അല്ലാ. മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ ഇബാദുകളിൽ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ. ഖൈറായ വഴികളെ തുറക്കണേ അല്ലാ. പടച്ചവനെ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും അതിനുശേഷം നല്ല റാഹത്തോടെ ആഫിയത്തോടെ ആ വീടുകളിൽ താമസിക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. പടച്ചവനെ കടങ്ങൾ വന്ന് പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ വലിയ കടബാധ്യതകളുള്ളവരുണ്ട്. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ. വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ. ഖൈറായ അനുയോജ്യരായ അല്ലാഹുവേ ഇണകളെ നീ അടുപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളിൽ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ പല വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങളെ അടിമകളാക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ പരീക്ഷണങ്ങൾ തരല്ല അല്ലാ. തന്ന് പരീക്ഷിക്കല്ല അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പടച്ചവനെ ഈ സിയാറത്ത് കൊണ്ടൊക്കെയും സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. ജീവിതം നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കിബറും ഉള്ള ഖൽബാക്കല്ല അല്ലാ. പടച്ചവനെ തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കൽ ഖൈറാകുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിലുപരി ഹജ്ജും ഉംറയും മറ്റു സിയാറകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇവകളെ തൊട്ടൊക്കെയും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി
ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.